കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത കർത്താവിന്റെ സ്നേഹവും കൂട്ടായ്മയും ഓരോരോ വ്യക്തികളോടും കൂടെ ഇരിക്കട്ടെ. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന വാഗ്ദത്തം എബ്രായർ 13:5 പറയുന്നു. സങ്കീർത്തനങ്ങൾ പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ കടക്കുമ്പോഴും ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, നിന്നോട് കൂടെ പോരുന്ന, നിന്റെ കൂടെ നടക്കുന്ന, നിന്നോട് കൂടെ ഇരിക്കുന്ന, നിനക്ക് മുൻപായി നടക്കുന്ന, ഈ ആരെല്ലാം കൈവിട്ടാലും ഒരു വ്യക്തിയും നിനക്ക് ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും നിന്നോട് കൂടെ ഇരുന്നുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, കൂടെ നടന്നുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, ഏത് സമയത്തും ഏതൊരാപത്തിലും ഏതൊരനർത്ഥത്തിലും കൂടെ ഇരുന്ന് നമ്മളെ പോറ്റി പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഓരോരോ വ്യക്തികളും അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തകർന്നിരിക്കുന്നവർ, റിജക്ഷനിലായിരിക്കുന്നവർ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്തവർ, എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുന്നവർ, ഈ ഓരോരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഓരോരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോഴും കർത്താവിന്റെ കൂട്ടായ്മയിൽ ഇവർ രസിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ സങ്കടങ്ങളും മനോവിഷമങ്ങളും മാറിപ്പോകട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ, എപ്പോഴും കർത്താവിൽ നിലനിൽക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കാൻ ഇവർ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത്ഭുതങ്ങളുടെ വഴികളിലേക്ക് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തെ ഇവർ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷ സമാധാനം ഇവരെ പിൻപറ്റട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഈ വചനം കേട്ട വചനം നിമിത്തം ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിന്റെ കൂട്ടായ്മയിൽ കർത്താവിന്റെ കൈപിടിച്ച് കർത്താവിന്റെ മാറിൽ ചാർന്ന് നടക്കുവാൻ ഇവർക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഗോഡ് ബ്ലെസ് യു ഓൾ.